മുംബൈയിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ ദൂരെ നൈക്കോൺ എന്ന ഒരു പട്ടണം. അവിടെ 2022 ഓഗസ്റ്റ് മാസം 26-ാം തീയതി റെയിൽവേ സ്റ്റേഷനടുത്ത് ഒരു കുറ്റിക്കാട്. ആ കുറ്റിക്കാടിന് പുറകിലായി ഒരാൾ തന്റെ നായയും കൊണ്ട് വാക്കിങ്ങിന് പോവുകയായിരുന്നു. സാധാരണ എപ്പോഴും പോകുന്ന വഴിയാണത്. എന്നാൽ അന്ന് വല്ലാത്തൊരു ദുർഗന്ധം വരാൻ തുടങ്ങി. മൃഗം എന്തെങ്കിലും ചത്തികിടപ്പുണ്ടാകുമോ എന്ന് കരുതിയ അയാൾ ആ കുറ്റിക്കാടിനുള്ളിലേക്ക് പോയി നോക്കി. അവിടെ കണ്ട കാഴ്ച അയാളെ ഞെട്ടിപ്പിച്ചു. അവിടെ ഒരു സ്യൂട്ട് കേസ് കണ്ടു. അതിനുള്ളിൽ നിന്നാണ് ദുർഗന്ധം വരുന്നതെന്നും അയാൾക്ക് മനസ്സിലായി. സംശയം തോന്നിയ അയാൾ ഉടനെ തന്നെ പോലീസിനെ അറിയിച്ചു. അല്പസമയത്തിനുള്ളിൽ പോലീസും അവിടെ എത്തി. സ്യൂട്ട് കേസ് കണ്ട് അത് പതിയെ തുറന്നു നോക്കി. അകത്ത് ഒരു പെൺകുട്ടിയുടെ ശരീരം കണ്ടെത്തി. അത് പൂർണ്ണമായും നഗ്നമാണ്. ഒരു പുതപ്പിൽ പൊതിഞ്ഞിട്ടുണ്ട്. ആ സ്യൂട്ട് കേസിനുള്ളിൽ ഒരു സ്കൂൾ യൂണിഫോം ഉള്ളതും കാണുന്നു. ഒരു പക്ഷേ ഇത് ഈ പെൺകുട്ടിയുടെ യൂണിഫോം ആയിരിക്കാം. അവൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ആയിരിക്കാമെന്നും പോലീസ് ചിന്തിച്ചു. ഏതൊരു കൊലപാതകത്തിലും ഇര ആരാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ കൊലപാതകയെ കണ്ടെത്താൻ സാധിക്കൂ. അതിനാൽ ഈ പെൺകുട്ടി ആരാണെന്നുള്ളത് പോലീസിന് ആദ്യം കണ്ടെത്തണം. അതിനാൽ ആ സ്കൂൾ യൂണിഫോം വെച്ചുകൊണ്ട് തന്നെ അത് ഏത് സ്കൂളാണെന്ന് കണ്ടുപിടിക്കുന്നു. ആ പെൺകുട്ടിയുടെ മുഖം ഒരു ഫോട്ടോ എടുക്കുകയും അതേ സ്കൂളിലേക്ക് അന്വേഷണത്തിനായി പോകുന്നു. അതേസമയം തന്നെ പെൺകുട്ടിയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. അവളുടെ മരണം സംഭവിച്ചിരിക്കുന്നത് പല തവണ അവളെ കത്തികൊണ്ട് കുത്തിയിട്ടുണ്ട്. കൂടുതൽ രക്തസ്രാവം ഉണ്ടായതുകൊണ്ടാണ് ആ പെൺകുട്ടി മരിച്ചത്. പോലീസും സ്കൂളിൽ പോയി അന്വേഷിക്കുമ്പോൾ മരിച്ചുപോയ പെൺകുട്ടി വഞ്ചിതാതത്തോടെ എന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണെന്ന് മനസ്സിലായി. ഉടനെ തന്നെ അവളുടെ മാതാപിതാക്കളെ വിവരമറിയിച്ച് ആശുപത്രിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. മകൾക്ക് എന്ത് സംഭവിച്ചുവെന്നറിയാതെ നിലവിളിച്ചു കരഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും ആശുപത്രിയിലേക്ക് ഓടി വന്നു. ജീവനറ്റ ശരീരം കണ്ട ആ അമ്മയും അച്ഛനും സഹോദരിയും നിലവിളിച്ചു കരയാൻ തുടങ്ങി. ഉടനെ അച്ഛൻ പോലീസിനോട് പറഞ്ഞത്, സർ, എന്റെ മകളെ ഇന്നലെ മുതൽ കാണാനില്ലായിരുന്നു. 25-ാം തീയതി അവളെ കാണാതായി എന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റും കൊടുത്തിരുന്നു. എങ്ങനെയും എന്റെ മകളെ ജീവനോടെ കൊണ്ടുവരും എന്നായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് ചിന്തിച്ചു പോലും നോക്കിയില്ല എന്ന് കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇപ്പൊ പോലീസും എന്ത് സംഭവിച്ചുവെന്ന് മാതാപിതാക്കളോട് ചോദിച്ചു. ഓഗസ്റ്റ് മാസം 25-ാം തീയതി രാവിലെ 11 മണിക്ക് മകൾ സ്കൂളിലേക്ക് പോയി. വൈകുന്നേരം 5 മണിവരെയും തിരികെ വരാത്തതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും എന്തോ ഭയം തോന്നി. അല്പസമയം കാത്തിരുന്നു. 7-8 മണിയായിട്ടും മകൾ വരാത്തതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു കംപ്ലൈന്റ് കൊടുത്തു. പോലീസും അവളെ തിരയാൻ തുടങ്ങി. ആ രാത്രി മുഴുവൻ തിരഞ്ഞിട്ടും യാതൊരു വിവരവും ലഭിച്ചില്ല. അടുത്ത ദിവസം ഉച്ചയോടുകൂടിയാണ് ആ പെൺകുട്ടിയുടെ ശരീരം സ്യൂട്ട് കേസിൽ കണ്ടെത്തിയത്. പോലീസ് വീണ്ടും അച്ഛനോട് ചോദിച്ചു, മകൾക്ക് ആരോടെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് ശത്രു ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചു. അതിന് അച്ഛനും, അതെ, എന്റെ മകളെ ആര് കൊന്നു എന്ന് എനിക്കറിയാം. അവന്റെ പേര് മാത്രമല്ല, അവന്റെ ഫോൺ നമ്പറും എന്റെ പക്കലുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. വഞ്ചിത അരത്തോർ എന്ന ആ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കൊന്ന അവൻ ആരാണ്? എന്തിനു വേണ്ടി കൊന്നു? കൊലപാതകിയെ പോലീസ് കണ്ടെത്തിയെന്നുള്ള പല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് നിറഞ്ഞ മുംബൈയിൽ സംഭവിച്ച അതിക്രൂരമായ ഒരു കൊലപാതകത്തെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വിശദമായി അറിയാൻ പോകുന്നത്. വൻഷിതയുടെ അച്ഛൻ പറഞ്ഞത്, സന്തോഷ് എന്ന 21 വയസ്സുള്ള ഒരു കുട്ടി ജോലിയൊന്നുമില്ലാതെ കറങ്ങി നടക്കുകയാണ്. അവൻ പല ദിവസമായി എന്റെ മകളെ ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. പല തവണ ഞാൻ അവനെ ഉപദേശിച്ചു, മുന്നറിയിപ്പ് നൽകി. ഒരു തവണ ഞാൻ എന്റെ വീട്ടിലേക്ക് അവനെ വിളിച്ചു വരുത്തുകയും അവനെ വീണ്ടും ഉപദേശിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് എന്റെ മകളെ കാണാതായത്. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലും കണ്ടെത്തിയത്. എനിക്കുറപ്പാണ് അവൻ തന്നെയാണ് എന്റെ മകളെ കൊന്നത് എന്ന് പോലീസിനോട് പറഞ്ഞു. സന്തോഷ് എന്ന പേര് മാത്രമല്ല, ഫോൺ നമ്പറും പോലീസിന് കൊടുക്കുന്നു. പോലീസ് ആദ്യം ചെയ്തത് സന്തോഷിനെ ഫോൺ ചെയ്ത് നോക്കി. പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതിനാൽ അവന്റെ മേൽവിലാസം കണ്ടെത്തി നേരിട്ട് അവന്റെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചു. വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ അവന്റെ അമ്മ മാത്രമേ ഉള്ളൂ. സന്തോഷ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ 2 ദിവസമായി മകനെ കാണാനില്ല, വീട്ടിലേക്ക് വന്നിട്ടില്ല എന്ന് ആ അമ്മ പറഞ്ഞു. ഇപ്പൊ പോലീസിന് ഏറെക്കുറെ വിശ്വാസമായി സന്തോഷ് തന്നെയായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക എന്ന്. എന്നാൽ സന്തോഷ് എവിടെ പോയിട്ടുണ്ടാകുമെന്ന് പോലീസിന് മനസ്സിലായില്ല. അടുത്ത 24 മണിക്കൂറോളം അവന്റെ മൊബൈൽ സിഗ്നൽ ട്രേസ് ചെയ്യാൻ തുടങ്ങി. വൻഷിതയുടെ മൃതദേഹം എപ്പോഴാണോ കണ്ടെത്തിയത് അന്ന് വൈകുന്നേരം ഒരു 7 മണിയോടുകൂടി സന്തോഷിന്റെ ഫോൺ പെട്ടെന്ന് ആക്റ്റീവായി. വെറും ഒരു 15 സെക്കൻഡ് മാത്രം ആക്റ്റീവായി. ഉടൻ തന്നെ സ്വിച്ച് ഓഫ് ആയി. ഫോൺ ലൊക്കേഷൻ പോലീസ് ട്രേസ് ചെയ്യുമ്പോൾ അത് അഹമ്മദാബാദിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനടുത്താണ് കാണിച്ചത്. പോലീസ് ചിന്തിച്ചത് അവളെ കൊന്നിട്ട് അവൻ അഹമ്മദാബാദിലേക്ക് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാകുമെന്ന്. മുംബൈ പോലീസ് ചെയ്തത് അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലുകയും
അവിടെയുള്ള CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിക്കാൻ തുടങ്ങി. എന്നാൽ സന്തോഷ് ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന്റെ യാതൊരു തെളിവും പോലീസിന് ലഭിച്ചില്ല. ഇപ്പൊ പോലീസിനൊരു സംശയം വന്നു, സത്യത്തിൽ സന്തോഷ് തന്നെയാണോ കൊന്നിട്ടുണ്ടാവുക എന്ന്. കാരണം സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പുറകെ ഇങ്ങനെ ഒരുപാട് പേർ നടക്കും. സന്തോഷ് തന്നെയാണ് ഇത് ചെയ്തത് എന്നതിന് അവർക്ക് വലിയ തെളിവുകളൊന്നും ലഭിച്ചതുമില്ല. അതിനാൽ വീണ്ടും പോലീസ് മുംബൈയിലേക്ക് വന്നു. ഏത് റെയിൽവേ സ്റ്റേഷൻ അടുത്താണോ അൻഷിതയുടെ ശരീരം കണ്ടെത്തിയത് അവിടെയുള്ള CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിക്കുന്നു. അവിടെയാണ് പോലീസിന് വലിയൊരു വഴിത്തിരിവുണ്ടായത്. സന്തോഷ് ഒരു വലിയ സൂട്ട് കേസ് തൂക്കിക്കൊണ്ടുവരുന്നു. അവൻ മാത്രമല്ല, അവന്റെ കൂടെ മറ്റൊരു സുഹൃത്തുമുണ്ട്. രണ്ടുപേരും ഒരു സൂട്ട് കേസ് വളരെ കഷ്ടപ്പെട്ട് ചുമന്നുകൊണ്ടുവരുന്ന ദൃശ്യങ്ങളുണ്ടായിരുന്നു. അതേ സൂട്ട് കേസിലായിരുന്നു വൻഷിതയുടെ ശരീരവും കണ്ടെത്തിയത്. പോലീസ് ഇപ്പോൾ ഉറപ്പിച്ചു, വൻഷിതയെ കൊന്നത് സന്തോഷ് മാത്രമല്ല, അവന്റെ കൂടെയുള്ള മറ്റൊരു സുഹൃത്ത്. രണ്ടുപേരും ചേർന്നാണ് ചെയ്തത് എന്ന് ഈ CCTV ദൃശ്യങ്ങൾ തന്നെ സ്ഥിരീകരിച്ചു. അടുത്ത വൻഷിതയെ എവിടെ വെച്ച് കൊന്നു, എങ്ങനെയാണ് ഈ സ്റ്റേഷനിൽ വലിച്ചെറിഞ്ഞത്, അവസാനം അവർ എവിടെ പോയി, ഈ ടൈം ലൈൻ എല്ലാം പോലീസ് ഇപ്പോൾ പരിശോധിക്കാൻ തുടങ്ങി. അതായത് ഏത് സമയത്താണ് അഹമ്മദാബാദ് സ്റ്റേഷനിൽ സന്തോഷിന്റെ ഫോൺ ആക്റ്റീവ് ആയത്, അതേസമയം മുംബൈ ക്രോസ് ചെയ്ത് ഏതൊക്കെ ട്രെയിനാണ് അഹമ്മദാബാദിലേക്ക് പോയത് എന്ന ലിസ്റ്റ് പോലീസ് നോക്കുന്നു. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്നും ഒരു ട്രെയിൻ ഗുജറാത്തിലേക്ക് പോകുന്നുണ്ട്. ആ ട്രെയിൻ അഹമ്മദാബാദ് ക്രോസ് ചെയ്താണ് പോകുന്നത്. അഹമ്മദാബാദ് മാത്രമല്ല, മുംബൈയിലുള്ള വസായ് സ്റ്റേഷൻ, അതിനുശേഷം നൈക്ക എന്ന സ്റ്റേഷൻ, പിന്നീടാണ് അഹമ്മദാബാദിലേക്ക് പോകുന്നത്. ഇപ്പൊ ഈ ഒരു സ്റ്റേഷനിൽ ആ പ്രത്യേക ദിവസത്തിലെ എല്ലാ CCTV ഫൂട്ടേജസും നോക്കുമ്പോൾ ആദ്യം മുംബൈയിലുള്ള വസായ് എന്ന റെയിൽവേ സ്റ്റേഷനിലാണ് സന്തോഷും അവന്റെ സുഹൃത്തായ വിശാലും ഒരു സൂട്ട് കേസ് ചുമന്നുകൊണ്ട് ട്രെയിനിലേക്ക് കയറിയത്. ഈ വസായ് സ്റ്റേഷനിൽ നിന്നും നൈക്കോൺ സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെ എത്തിയ ട്രെയിൻ ഒരല്പസമയം നിന്നു. ആ സമയം പ്രയോജനപ്പെടുത്തി തൊട്ടടുത്ത കുറ്റിക്കാട്ടിലേക്ക് ഈ സൂട്ട് കേസ് വലിച്ചെറിയുന്നു. ഇത് കഴിഞ്ഞ് ഇവർ അഹമ്മദാബാദ് സ്റ്റേഷനിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴാണ് സന്തോഷ് ഫോൺ ഓൺ ചെയ്തത്. എന്നാൽ ആ റെയിൽവേ സ്റ്റേഷനിലും അവർ ഇറങ്ങിയില്ല. അവസാനം ഈ ട്രെയിൻ എവിടെയാണോ പോയത് അവിടെ അവർ ഇറങ്ങിയിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പോലീസ് കരുതി. അങ്ങനെ ഗുജറാത്തിൽ അവൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി. സന്തോഷിന് ഒരു മുത്തശ്ശിയുണ്ട്. അവർ അഹമ്മദാബാദിൽ നിന്നും 91 കിലോമീറ്റർ അകലെയുള്ള പലാൻപൂർ എന്ന നഗരത്തിലുള്ളത് പോലീസിന് മനസ്സിലായി. അവിടെയും ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. തീർച്ചയായും ഇവ രണ്ടുപേരും അവിടെ പോയിട്ടുണ്ടാകാം, അമ്മൂമ്മയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാകാം എന്ന് കരുതിയ പോലീസ് അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുകയും ലോക്കലിലുള്ള റെയിൽവേ സ്റ്റേഷൻ CCTV ഫൂട്ടേജസ് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. അവരും എല്ലാ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. എന്നാൽ ഇവർ രണ്ടുപേരും ഈ പലാൻപൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയതിന്റെ തെളിവൊന്നും ലഭിച്ചില്ല. ഈ സമയം പോലീസിന് തന്നെ വലിയ കുഴപ്പമായി. അഹമ്മദാബാദിൽ വെച്ച് ഫോൺ ഓണായി, എന്നാൽ അവിടെ അവർ ഇറങ്ങിയിട്ടില്ല. മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകാനുള്ള സ്റ്റേഷനിലും ഇറങ്ങിയിട്ടില്ല. അപ്പോ അവർ എവിടെ പോയിട്ടുണ്ടാകും എന്നുള്ളത് പോലും പോലീസിനെ കൊണ്ട് ഊഹിക്കാൻ സാധിച്ചില്ല. പക്ഷെ പോലീസിന് ഒരു കാര്യം മനസ്സിലായി, എവിടെ പോയാലും അവരുടെ പക്കൽ ആവശ്യത്തിന് പണമൊന്നും കാണില്ല. ഒന്നുകിൽ മുംബൈയിലേക്ക് വരണം, അല്ലെങ്കിൽ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് തന്നെ പോകണം. മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകാൻ സാധ്യത ഒരുപാടുള്ളതുകൊണ്ട് പോലീസും ഈ പലാൻപൂർ എന്ന പട്ടണത്തിൽ ചെന്ന് മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയി അന്വേഷിച്ചു. മുത്തശ്ശിക്ക് അവരെ കണ്ടപ്പോൾ ആദ്യം മനസ്സിലായില്ല. സർ, നിങ്ങൾ ആരാണ്, എന്ത് വേണം എന്ന് ചോദിച്ചു. ഞങ്ങൾ മുംബൈയിൽ നിന്നാണ് വന്നത്. നിങ്ങളുടെ പേരക്കുട്ടി സന്തോഷ് ഇവിടെ വന്നോ എന്ന് ചോദിച്ചപ്പോൾ ആ മുത്തശ്ശിയും ഇല്ല, ഇവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷ് എന്ന ഒരു പേരക്കുട്ടിയുണ്ട്, പക്ഷേ അവൻ അടുത്തിടെയൊന്നും ഇവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ മുത്തശ്ശി പറയുന്നതിൽ എന്തോ ഒരു നുണയുള്ളതുപോലെ പോലീസിന് തോന്നി. അതുകൊണ്ട് ആ വീട് മുഴുവനും പോലീസ് പരിശോധിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ അവിടെ സന്തോഷിനെയോ സുഹൃത്തിനെയോ കണ്ടെത്താൻ സാധിച്ചില്ല. പോലീസും തിരികെ പോകുന്നു. എങ്കിലും മുംബൈ പോലീസിന് ഒരു കാര്യം മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു, അവർ രണ്ടുപേരും ഇവിടെ എവിടെയോ ഉണ്ട്, ആ മുത്തശ്ശി കള്ളം പറയുകയാണ് എന്ന്. അങ്ങനെ ദിവസവും ആ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് വന്ന് അവർ അന്വേഷിക്കുന്നു. മുത്തശ്ശി വീണ്ടും പറഞ്ഞ കാര്യം തന്നെ ആവർത്തിച്ചു. ഇങ്ങനെ 2 ദിവസമായി തുടർന്ന് മുത്തശ്ശിയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ ആ മുത്തശ്ശിക്ക് തന്നെ ദേഷ്യം വന്നു. എത്ര തവണ പറയണം സന്തോഷ് ഇവിടെ വന്നിട്ടില്ല എന്ന്, നിങ്ങൾ എന്തിനാണ് വീണ്ടും വീണ്ടും ഇവിടെ വന്ന് എന്നെ ശല്യം ചെയ്യുന്നത് എന്ന് അവർ ദേഷ്യപ്പെടാൻ തുടങ്ങി. പോലീസിനും ഇപ്പൊ എന്ത് ചെയ്യണമെന്നറിയില്ല. ഇനിയും ഈ ഗ്രാമത്തിൽ നിന്ന് സമയം കളയണ്ട എന്ന് ചിന്തിച്ച് അവിടെ നിന്ന് പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് അവർക്കൊരു കോൾ വരുന്നത്. ആ കോൾ വിളിച്ച വ്യക്തി പറഞ്ഞത്, സർ, നിങ്ങൾ തിരയുന്ന ആ 2 കുട്ടികളും ഈ മുത്തശ്ശിയുടെ വീട്ടിൽ തന്നെയാണുള്ളത്. ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ വരുമ്പോഴെല്ലാം അവർ പോയി ഒളിക്കുന്നുണ്ട്. പോലീസ് തിരികെ ചോദിച്ചു, നിങ്ങൾ ആരാണ് എന്ന്. അതിനയാളും അയാളുടെ വിലാസമോ പേരോ പറയാൻ മടിക്കുന്നു. എങ്കിലും പോലീസ് അയാളോട് സംസാരിച്ച്, നിങ്ങളുടെ പേര് പുറത്തു പറയാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അയാൾ തന്റെ പേര്, അഡ്രസ് എല്ലാം പറഞ്ഞു കൊടുത്തു. ഈ സമയം പോലീസ് നേരിട്ട് മുത്തശ്ശിയുടെ വീട്ടിൽ കയറി പരിശോധിക്കുന്നതിന് പകരം
മറഞ്ഞിരുന്ന് നിരീക്ഷിക്കുന്നു. അവസാനം ആ വീടിനുള്ളിൽ സന്തോഷും അവന്റെ സുഹൃത്ത് വിശാലുമുള്ളത് കണ്ടുപിടിക്കുകയും ആ വീട് ചുറ്റിവളഞ്ഞ് രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവം നടന്നത് മുംബൈയിലാണ്. ഇവരെ അറസ്റ്റ് ചെയ്തത് അഹമ്മദാബാദിൽ വെച്ചാണ്. അങ്ങനെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് മുംബൈയിലേക്ക് അന്വേഷണത്തിനായി കൊണ്ടുപോകുന്നു. ഇതുവരെയും നിങ്ങൾ എന്താണ് ചിന്തിച്ചത്? ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് പുറകിലായി രണ്ടുപേർ ശല്യം ചെയ്ത് നടന്നു. അവർ തന്നെ അവളെ കൊന്നിട്ടുണ്ടാകും എന്ന രീതിയിൽ ഈ കേസ് പോവുകയാണ്. പക്ഷേ ഈ സമയത്താണ് സന്തോഷിനോട് പോലീസ് ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് അവിടെ സംഭവിക്കാൻ തുടങ്ങി. മരിച്ചുപോയ വൻഷിതയുടെ അച്ഛൻ പറയുന്ന സ്റ്റേറ്റ്മെന്റിനും സന്തോഷ് പറയുന്ന സ്റ്റേറ്റ്മെന്റിലും ഒരുപാട് വ്യത്യാസമുണ്ടായിരുന്നു. സന്തോഷ് പറഞ്ഞ ഓരോ കാര്യവും പോലീസിന് വലിയ ഞെട്ടലായി. സന്തോഷ് പറഞ്ഞത് ഏകദേശം ഒരു 8 മാസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയ വഴിയാണ് അൻഷിതയെ ഞാൻ പരിചയപ്പെട്ടത്. എനിക്ക് 21 വയസ്സായി, ജോലിയൊന്നുമില്ല. വിശാൽ എന്ന സുഹൃത്തും എനിക്കുണ്ട്, അവനും ജോലിയില്ല. അങ്ങനെ സോഷ്യൽ മീഡിയയോടെ അൻഷിതയെ പരിചയപ്പെട്ടതും സന്തോഷും അൻഷിതയും പ്രണയിക്കാനും തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് മാതാപിതാക്കൾ അറിയാതെ കണ്ടുമുട്ടുകയും ചെയ്തു. ഇവർ കണ്ടുമുട്ടുന്നത് സുഹൃത്തായ വിശാലിന്റെ വീട്ടിലായിരുന്നു. വിശാലിന്റെ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന സമയം നോക്കിയായിരുന്നു സന്തോഷും അൻഷിതയും ആ വീട്ടിൽ വെച്ച് കണ്ടുമുട്ടുന്നത്. ഇങ്ങനെ കുറെ ദിവസം പോയി. പെട്ടെന്ന് ഈ ഒരു പ്രണയത്തെക്കുറിച്ച് അൻഷിതയുടെ അച്ഛൻ അറിഞ്ഞു. 2-3 തവണ സന്തോഷിനെ വിളിച്ച് അയാൾ ഉപദേശിച്ചു. എന്നാൽ വീണ്ടും രണ്ടുപേരും കണ്ടുമുട്ടുകയും ആ ഒരു ബന്ധം തുടർന്നു കൊണ്ടുപോയി. ഒരു ദിവസം സന്തോഷിനെ നേരിട്ട് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും അവനെ വീണ്ടും അൻഷിതയുടെ അച്ഛൻ ഭീഷണിപ്പെടുത്തി. ഇനി ഒരു തവണ കൂടെ നീ എന്റെ മകളെ കണ്ടാൽ അതിനുശേഷം നീ ജയിലിലായിരിക്കും, പിന്നെ നീ പുറം ലോകം കാണില്ല എന്ന് അവനെ ഭീഷണിപ്പെടുത്തി. അതുപോലെ മകൾക്കും അതേ രീതിയിലുള്ള ഉപദേശം നൽകി. അൻഷിത ചെയ്തത് വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തുടർന്നും സന്തോഷിനെ കോണ്ടാക്ട് ചെയ്യാനോ കാണാനോ ശ്രമിച്ചില്ല. ഇത് സന്തോഷിന് വല്ലാത്ത ദേഷ്യത്തിന് കാരണമായി. ഇത്രയും ദിവസം തന്നെ പ്രണയിച്ചു. ഇപ്പോ അച്ഛന്റെ വാക്ക് കേട്ട് അവൾ ഇങ്ങനെ ചെയ്യുന്നല്ലോ എന്ന് അവന് വല്ലാത്ത ദേഷ്യം വന്നു. ഇപ്പോഴായിരുന്നു സന്തോഷും വിശാലും ചേർന്ന് ഒരു പദ്ധതി ഉണ്ടാക്കിയത്. ഒരു ദിവസം അൻഷിതയെ അവൻ ഫോണിൽ വിളിച്ചു. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവസാനമായി ഒരു തവണ നിന്നെ എനിക്ക് കാണണം. ഒരേ ഒരു തവണ മാത്രം നീ എന്നെ കാണാൻ വരുമോ എന്ന് ചോദിച്ചു. അൻഷിതയും അവൻ പറയുന്നത് വിശ്വസിച്ചു. അവസാനത്തെ ഒരു തവണയല്ലേ, ഒന്ന് കണ്ടിട്ട് വരാം എന്ന് കരുതി സ്കൂളിൽ പോകുന്നുവെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയ അൻഷിത നേരെ സന്തോഷിനായിരുന്നു കാണാൻ പോയത്. എപ്പോഴത്തെയും പോലെ കണ്ടുമുട്ടുന്ന വിശാലിന്റെ വീട്ടിലേക്ക് വന്നു. മുറിയിലിരുന്ന് സന്തോഷും അൻഷിതയും സംസാരിച്ചു. വിശാൽ പുറത്തിരിക്കുകയായിരുന്നു. എന്നാൽ ഇതിനകം തന്നെ സന്തോഷിനും വിശാലിനും ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഞങ്ങൾ അകത്ത് കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നീ ഉടനെ വളരെ വേഗത്തിൽ വന്ന് കതക് തട്ടണം. ഇതായിരുന്നു പദ്ധതി. അങ്ങനെ സന്തോഷും അൻഷിതയും മുറിക്കുള്ളിൽ കയറി അടുത്ത 10 മിനിറ്റ് കഴിഞ്ഞ് വിശാൽ വളരെ വേഗത്തിൽ വന്ന് വാതിൽ മുട്ടി. ഇപ്പൊ സന്തോഷും വിശാലിന്റെ അച്ഛനുമായി വന്നിട്ടുണ്ടാകും. നിന്നെ അവർ കണ്ടാൽ പ്രശ്നമാകും. നീ ഒരു കാര്യം ചെയ്യ്, ഈ ബെഡ്ഷീറ്റിനകത്ത് ഒളിച്ചിരിക്കെന്ന് പറഞ്ഞ് അവൾക്ക് മുകളിലായി ബെഡ്ഷീറ്റ് മൂടി. ഉടനെ അവൻ ചെന്ന് കതക് തുറക്കുകയും ചെയ്തു. പുറത്ത് വിശാലായിരുന്നു. തുടർന്ന് രണ്ടുപേരും അടുക്കളയിൽ ചെന്ന് കത്തിയെടുത്തു കൊണ്ടുവരികയും പുതപ്പിനടിയിലുണ്ടായിരുന്ന അൻഷിതയെ മാറി മാറി കുത്താൻ തുടങ്ങി. തന്നെ ആര് കൊല്ലുന്നു എന്ന് പോലും അറിയാതെ അൻഷിത മരിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് അവളുടെ ശരീരം എങ്ങനെ മറവ് ചെയ്യാമെന്ന് പദ്ധതിയിട്ടു. വിശാലിന്റെ വീട്ടിലുള്ള ഒരു സ്യൂട്ട് കേസ് എടുത്തു. അതിനുള്ളിൽ അവളുടെ ശരീരം വയ്ക്കുന്നതിന് മുൻപ് അവൾ സ്കൂൾ യൂണിഫോം ധരിച്ചിരിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ ഈ യൂണിഫോം വെച്ചുകൊണ്ട് അവൾ ആരാണെന്ന് കണ്ടുപിടിക്കും. ആ സ്യൂട്ട് കേസിനുള്ളിൽ അവളുടെ ശരീരം വയ്ക്കുന്നതിന് മുൻപ് അവൾ ധരിച്ചിരുന്ന യൂണിഫോം ഉപയോഗിച്ച് അവൾ ആരാണെന്ന് പോലീസ് കണ്ടുപിടിക്കാതിരിക്കാനായി യൂണിഫോം മുഴുവനായും മാറ്റി. എന്നിട്ട് വിശാലിന്റെ ഒരു വസ്ത്രം ധരിപ്പിച്ചു. ഇവരുടെ പദ്ധതി യൂണിഫോം ഇല്ലെങ്കിൽ അവൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നായിരുന്നു. അതിനാൽ അവർ ചെയ്യേണ്ടത് ആ യൂണിഫോം മറ്റെവിടെയെങ്കിലും കളയേണ്ടതായിരുന്നു. എന്നാൽ അവർക്ക് യാതൊരു അനുഭവമില്ലാത്തത് കൊണ്ട് തന്നെ അവർ ചെയ്തത് അൻഷിതയെ വിശാലിന്റെ വസ്ത്രം ധരിപ്പിച്ചു. എന്നിട്ട് വീണ്ടും ഒരു പുതപ്പ് കൊണ്ട് മൂടി. ആ സ്യൂട്ട് കേസിൽ അവളുടെ ശരീരം വെച്ചപ്പോൾ അതോടൊപ്പം അവളുടെ യൂണിഫോം വെച്ചു. എന്നിട്ട് ആ സ്യൂട്ട് കേസും എടുത്തുകൊണ്ട് ട്രെയിൻ കയറി നൈക്കോൺ എന്ന സ്റ്റേഷൻ എത്തിയപ്പോൾ ആ സന്ദർഭം പ്രയോജനപ്പെടുത്തി ആ സ്യൂട്ട് കേസിനെ ഒരു കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അഹമ്മദാബാദിലേക്ക് പോയി. അവിടെ ചെന്നാണ് ഫോൺ ഓൺ ചെയ്തത്. പക്ഷെ അവർ അവിടെ ഇറങ്ങിയിട്ടില്ല. പലാൻപൂർ എന്ന മുത്തശ്ശിയുടെ ഗ്രാമത്തിലേക്കും പോയിട്ടില്ല. സന്തോഷ് നേരത്തെ അമ്മയുടെ ആഭരണങ്ങളെടുത്ത് വിറ്റ് ആവശ്യത്തിലധികം പണം കൈവശം വച്ചിരുന്നു. അതായത് വൻഷിതയെ കൊന്നതിനു ശേഷം എന്തൊക്കെ ചെയ്യണമെന്നുള്ള പദ്ധതിയെല്ലാം രണ്ടുപേരും നേരത്തെ ഇട്ടിരുന്നു. അങ്ങനെ കൈനിറയെ പണവുമായി രണ്ടുപേരും ഗുജറാത്തിൽ കറങ്ങി നടന്നു. പണം തീർന്നപ്പോൾ മറ്റു മാർഗമില്ല. മുംബൈയിലേക്ക് പോയാൽ പിടിക്കപ്പെടും. അതിനാൽ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകാനായി പലൻപൂരിലേക്ക് പോയി. അവിടെ വെച്ചാണ് പോലീസ് അവരെ പിടിച്ചത്. ഇപ്പൊ രണ്ടുപേരുടെ മൊഴിയിലൂടെ തന്നെ അൻഷിതയെ കൊന്നത് അവരാണെന്നുള്ളതും വ്യക്തമായി. ഇപ്പോഴും ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് എന്ത് ശിക്ഷ ലഭിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്നാൽ ഇവർക്ക് തീർച്ചയായും ജീവപര്യന്തം ശിക്ഷ ലഭിക്കാനുള്ള ഒരുപാട് സാധ്യതയുണ്ട്.
ഈ ഒരു കേസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൗമാരപ്രായവും സോഷ്യൽ മീഡിയയും ഒരുമിച്ച് ചേരുകയാണെങ്കിൽ തീർച്ചയായും അപകടം നമ്മെ തേടിയെത്തും. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൗമാരക്കാർ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കെണികളിൽ ചെന്നൊന്നും വീഴരുത്. കൗമാരപ്രായം വളരെ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ആ ഒരു ഘട്ടം നിങ്ങൾ വിജയകരമായി തന്നെ തരണം ചെയ്തു വരിക. സോഷ്യൽ മീഡിയയിലുള്ള അപകടങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്നും പുറത്തേക്ക് വരിക. അല്ല എന്നുണ്ടെങ്കിൽ ജീവിതവും നഷ്ടമാകും, ജീവനും നഷ്ടമാകും. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.